ഇത് നമ്മളുടെ ക്രാങ്ക് പുതിയത് കയറി, ബെയറിങ്സ് എല്ലാം പുതിയതിട്ടു, ഗിയർ പൊസിഷൻ, ഗിയർ സെലക്ടർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഗിയർ പൊസിഷൻ ചെയ്തു. പിന്നെ എൻജിൻ കേസിലെ ബാക്കി ബെയറിങ്ങുകളെല്ലാം കയറി പുതിയത് കയറ്റി. അമ്മേ, അതെ, ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഹെഡ് ഫുള്ള് കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. റോക്രാം ഓൾറെഡി പുതിയത് ഇട്ടതായിരുന്നു, അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. ക്യാം ഷാഫ്റ്റ് കൊണ്ടുവരാണ്ട്, പുതിയത് ഇടാണ്ട്, അതും റെഡിയാണ് ഇവിടെ. ശരി, സെറ്റല്ലേ? ഷാഹിദ് അങ്ങനെ ഹിമാലയൻ്റെ ഫുൾ പണി എടുക്കുന്ന മാസ്റ്റർ മെക്കാനിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ക്ലച്ച് അസംബിളിയും കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ക്ലച്ച് ഡിസ്ക് എല്ലാം ഓയിലിൽ ക്ലീൻ ചെയ്യാനിട്ടിട്ടുണ്ട്. ഡിസ്കുകളൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ക്ലച്ച് ഡിസ്കുകൾ ഇൻസേർട്ട് ചെയ്യാം. ഓയിൽ പമ്പിൻ്റെ ചെയിനും ഗിയറെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്യാം ഷാഫ്റ്റാണിത്. ഒന്ന് നമ്മൾ ഗോവയിൽ നിന്ന് മാറിയ ക്യാം ഷാഫ്റ്റാണിട്ടത്. സോ ഇവിടെ കണ്ടോ ഒരു കട്ടിങ് വന്നേക്കണേ. ക്രാങ്കിൻ്റെ ബെയറിങ് പോയത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു ലോഡ് വന്നത്. ക്യാം ഷാഫ്റ്റിൽ ഇത്രയും ലോഡ് വന്ന ഒരു ഗ്രൂവ് ഫോം ആയിട്ടുണ്ട് ഇവിടെ, ഇത്രയും ചാല്. സോ ഇതുകൊണ്ടായിരുന്നു ഭയങ്കര നോയ്സി ആയിരുന്നു വണ്ടി. അതേപോലെ എന്താ പറയുക, എൻജിൻ്റെ സൗണ്ട് മാറുന്നുണ്ടായിരുന്നില്ല. പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു, വണ്ടിക്ക് മിസ്സിങ് ഉണ്ടായിരുന്നു. സോ ഇത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പുതിയ ക്യാം ഷാഫ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ എൻജിനിലെ മൂന്നാമത്തെ ക്യാം ഷാഫ്റ്റ് ഉള്ളത്. മൂന്നാമത്തെ ക്യാം ഷാഫ്റ്റ് നമ്മളിത് ഇടാൻ പോവാണ്. മതിയോ? ഇത് നമ്മളെ ലാസ്റ്റ് കേസ് കയറ്റാൻ പോവാണ്. ലെഫ്റ്റ് സൈഡ് കേസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, സെറ്റല്ലേ? പവർ രാത്രി 12 മണിയാകുമ്പോൾ വന്നിട്ട് എഞ്ചിനെടുത്ത് പൊക്കിയിട്ട് വരികയാണ്. ഇതൊക്കെ ഞാൻ കയറ്റി ചെയ്യുന്നത്. അങ്ങനെ ഗൈസ്, ഇത് നമ്മളുടെ എൻജിൻ കയറാൻ പോവുകയാണ്. ഓക്കെ അല്ലേ ഷാജ? ഒറ്റക്കേറ്റുള്ള പരിപാടിയാ? ഉറപ്പില്ല. അത് മറിച്ചിട്ടാ ഞാൻ രണ്ടിനും ഞാൻ ശരിയാക്കും. ഒന്ന് താങ്ങി കൊടുക്ക്. ഈ സാമാനം പിടിക്കടാ. ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകണം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കളിക്കല്ലേ കളിക്കാം. ആര് പിടിക്കാൻ വിളിച്ചിട്ടുണ്ട്? ഇവിടെ താങ്ങി കൊടുക്ക്, ഇവിടെ താങ്ങി കൊടുക്ക്. അവിടെ താങ്ങണം. എന്തൊക്കെയൊക്കെയോ കേൾക്കുന്നുണ്ട്. അവിടെ പിടിച്ചെന്തിനാ കൈ ഇങ്ങോട്ട് വരുന്നേ? രണ്ടും കൊണ്ട് അവിടെ ഫൈനലി നമ്മുടെ വൈറ്റ് ഹൗസിന്റെ എൻജിൻ തിരിച്ചു കയറുകയാണ് ഗൈസ്. വളരെ കഷ്ടപ്പെട്ട് ഷാഹിദ് അങ്ങനെ നമ്മുടെ എൻജിനെ തിരിച്ചു കയറ്റി. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അല്ലേ?
ഓട്ടോറിക്ഷൻ്റെ എഞ്ചിനൊക്കെ ഉണ്ട് very risky. So, but we are doing that. സോ എഞ്ചിൻ കയറിയതിന് ഏകദേശം ഇപ്പം തന്നെ സമയം 1 മണി കഴിഞ്ഞു. ഞായറാഴ്ചക്കുള്ള തയ്യാറെടുപ്പ് ഉണ്ടോ? ഞായറാഴ്ചത്തെ റൈഡിനെ പറ്റി ഞാൻ പറയാം എന്താണെന്ന്. അപ്പോൾ ഷാഹിദ് എത്ര സമയം എടുക്കും സ്റ്റാർട്ട് ചെയ്യാൻ? Within half an hour. വെറും 1/2 മണിക്കൂർ സമയം മതി ഇനി ഷാഹിദിന് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കാൻ അല്ലേ? ആയാൽ 1:35 5 കൂടുതലുണ്ടായിരുന്നു. ഓക്കെ, 1 മണിക്ക് 1:35 നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അല്ലേ നേരത്തെ വീഡിയോ അല്ലേ അത് ഒഴിവാക്കി നമ്മൾ എഞ്ചിൻ കയറ്റി ഇതാ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ആകാൻ പോകും അങ്ങനെ എടുത്തോളൂ സ്റ്റാർട്ട് ആകാൻ പോകും. ഞാൻ വീഡിയോ എടുത്തോളടി. ഇല്ല, നമ്മൾ ജെന്യൂനിറ്റി ഇല്ല മാത്രമേ ഉള്ളൂ. നമ്മള് അങ്ങനെ ആൾക്കാരെ പറ്റിക്കില്ല. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കില്ല ഗൈസ്. സമയം മൈ ഗോഡ് 3:35. കൊടുക്കല്ലേ ആക്സിഡന്റ് കൊടുക്കല്ലേ. ഫൈനലി നമ്മൾ വണ്ടി സ്റ്റാർട്ടായി. ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. 12:30 കഴിഞ്ഞ് സമയം 3:30 കഴിഞ്ഞ് 3:35 എല്ലാം സെറ്റ്. ചെറിയൊരു പ്രോബ്ലം, ഗിയർ സെൻസറിൻ്റെ ഗിയർ പൊസിഷൻ സെൻസറും കൂടെ ഒന്ന് മാറ്റാറുണ്ട്. അപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കേട്ടോ. ഹെഡ് പക്കയാണ്. കടന്നോട്ടെ. വണ്ടിനെ അതിട്ട് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തേ. എന്താ ഉങ്ങള് ചൂടായിട്ട് സെറ്റായിട്ടില്ല. സിലിണ്ടർ സെറ്റാവാനാണ് ഇത്രയും മണിക്കൂർ ഇടാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ വലിയൊരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. സമയം 4 മണിയായി. കൊടുക്കല്ലേ, ഓയിലൊക്കെ പമ്പായി, നോയ്സൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. സമയം 4 മണി കഴിഞ്ഞു. ഓയിൽ സെറ്റാണ്. ഇനി 2-2.5 മണിക്കൂറും കൂടി എഞ്ചിന് റണ്ണിങ്ങിലിടണം. കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതെ, മിൽമേ പോയി ഓരോ ചായ കുടിക്കാം. കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ കഴിഞ്ഞു. സിലിണ്ടർ മാറ്റി സിലിണ്ടർ ഹെഡ് ലൈറ്റ് കൊടുത്തു. പിന്നെ ടൈമിംഗ് ചെയിൻ, ക്യാം ഷാഫ്റ്റ്, ടാങ്കിന്റെ സൈഡ് വയറിങ് പോയതുകൊണ്ട് ഇനി ക്യാം ഷാഫ്റ്റ് അങ്ങനെ ചെയ്യുന്നതാണ് കേൾക്കണുണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ എൻജിൻ കംപ്ലീറ്റ് ഔട്ട് എന്ന് പറഞ്ഞില്ലേ, ഫുള്ള് സാധനം മാറി. ഇനി ഒന്നും ഉറങ്ങണം, ഉറക്കമൊക്കെ പോയിട്ടുണ്ട്. സോ ഞങ്ങൾ ഇന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ട് എണീച്ചിട്ട് ബാക്കി കാര്യങ്ങൾ, എനിക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും കൂടി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ പക്ക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എന്തിനാണ് വണ്ടിക്ക് ഇത്രയും വലിയ പണികളൊക്കെ ചെയ്യണത് എന്നുള്ളത് സസ്പെൻസായിട്ട് തന്നെ ഇരിക്കട്ടെ. ബൈ.